അമ്മയ്ക്ക് ഏത് നിറമാണ് ഇഷ്ടം? മക്കളെ, എനിക്ക് പ്രത്യേകിച്ചൊരു നിറമില്ല, എല്ലാ നിറമങ്ങളും ഇഷ്ടമാണ്. ഈ നിറം ഇഷ്ടമാണ്, കറുപ്പ് ഇഷ്ടമാണ്, കഷായം ഇഷ്ടമാണ്, മഞ്ഞ, വെള്ള അതൊക്കെ തന്നെ ഇഷ്ടമാണ്. എൻ്റെ കൈ കൊണ്ട് തയ്ച്ച ഒരു ഡ്രസ് അമ്മയ്ക്ക് അയക്കണം. എനിക്ക് എത്രയാണ് സൈസ് പറയണേ അമ്മ, ഇഷ്ടം കൊണ്ടാണ്. ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യും, മോളുടെ കൈ കൊണ്ട് തയ്ച്ച ഡ്രസ് മോള് ഇട്ടോളൂ കേട്ടോ. എത്രയാ സൈസ് എന്ന് ചോദിച്ചു. സൈസൊക്കെ ഇനി ഉള്ള കാര്യം പറഞ്ഞ എൻ്റെ സൈസ് എനിക്കറിയില്ല. എൻ്റെ സൈസ് എല്ലാം സെലക്ട് ചെയ്യുന്നത് സുൽത്താനാണ്, ഞാന് അല്ല. കാരണം എൻ്റെ കാര്യങ്ങൾ എന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും എനിക്ക് നോക്കിയെടുത്ത് തന്നിരുന്നത്. അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മാതാവ് എന്ന് പറയുന്ന ആളും, ഞാൻ കൗമാരത്തിലേക്കൊക്കെ എത്തിയപ്പോൾ എൻ്റെ കൂട്ടുകാരും, യൗവനത്തിലും എൻ്റെ കൂട്ടുകാരും, പിന്നെ എപ്പോഴും എൻ്റെ കൂടെ കഴിയുന്ന സുൽത്താനും. എന്തിനേറെ ഞാന് ഈ വസ്ത്രശാലയിൽ ചെല്ലുമ്പോൾ, ഞാൻ പോകുന്നൊരു വസ്ത്രശാലയുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ അളവ് എനിക്കറിയില്ല. അവരാണ് എനിക്ക് എൻ്റെ അളവ് ഇതായിരിക്കും പാകമെന്ന് പറഞ്ഞ് എനിക്ക് വസ്ത്രം തരുന്നത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് നോക്കില്ല. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ തുണി തയ്ച്ചൊക്കെ ഇടാറുണ്ട്. അതിന് പ്രത്യേക അളവൊന്നുമില്ല. ഞാൻ അളവുകളൊന്നും എടുക്കാറില്ല കുട്ടി. ഈ അടുത്ത കാലത്താണ്, ഞാൻ ഭയങ്കര തയ്യൽക്കാരിയാണ്, പക്ഷെ പ്രത്യേകിച്ചൊരു അളവ് നോക്കി എനിക്ക് അറിയത്തില്ല. സൈസൊന്നും എനിക്ക് നോക്കാനൊന്നും അറിയില്ല. ഞാൻ ആ വസ്ത്രശാലയിൽ പോകുമ്പോഴും അവരെ ഞാൻ അമ്മാമ്മ എന്നാണ് വിളിക്കുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. അമ്മാമ്മ ആണ് എനിക്ക് വസ്ത്രങ്ങൾ എല്ലാം ഇങ്ങനെ എടുത്ത് തന്ന് ഇത് നാഗയ്ക്ക് പറ്റും എന്ന് പറഞ്ഞു